നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പകവീട്ടി കരുത്ത് കാട്ടി ജർമ്മനി വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. സ്ലൊവാക്യക്കെതിരെ ജർമ്മനി കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു പോയിന്റെങ്കിലും ലഭിച്ചാൽ വേൾഡ് കപ്പിന് പോവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ലൊവാക്യ ആദ്യം അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 2-0 ജർമ്മനിയെ പരാജയപ്പെടുത്തിയതാണ്. അതിൻ്റെ ഒരു പകയുണ്ട്. അത് ഇൻ സ്റ്റൈൽ അങ്ങ് വീട്ടിയിരിക്കുകയാണ്. 6-0 സ്ലൊവാക്യയെ മുക്കി. അങ്ങനെ സ്ലൊവാക്യയെ തകർത്തെറിഞ്ഞുകൊണ്ട് ജർമ്മനി വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ 6 കളികളിൽ നിന്ന് 15 പോയിന്റ് സ്ലൊവാക്യയെ പിന്തള്ളി ജർമ്മനി 1-ാം സ്ഥാനവും കൊണ്ട് വേൾഡ് കപ്പിന് പോകുന്നു. സ്ലൊവാക്യ 6 കളി 12 പോയിന്റ്. ഇനിയിപ്പോൾ അവർക്ക് പ്ലേ ഓഫ് കളിക്കണം. മത്സരത്തിൽ വോൾമെയ്ഡും സെർജി ഗ്നാബ്രിയും സനയും ബാക്കുവും ഒഡ്രാഗോയുമാണ് ജർമ്മനിക്കായിട്ട് ഗോളുകൾ നേടിയത്. മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. മുന്നേറ്റത്തിൽ അവർ വോൾമെയ്ഡ്, ഫ്ലോറിൻ വേർട്സ്, ഗ്നാബ്രി, സനെ എന്നിവരൊക്കെ അണിനിർത്തി. 2 കിടിലൻ അസിസ്റ്റുകൾ ഗ്നാബ്രിക്ക് കൊടുക്കുന്ന ഫ്ലോറിൻ വേർട്സിനെ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാം കൊണ്ടും ജർമ്മനി ഒരു ആധിപത്യം പുലർത്തിയ മത്സരം അതവർ വിജയിച്ചു കയറി. കളിയുടെ 18ാമത്തെ മിനിറ്റിലാണ് കിമ്മിച്ചിൻ്റെ അസിസ്റ്റിൽ നിന്ന് വോൾമെയ്ഡിൻ്റെ ഗോൾ പിറക്കുന്നത്. അവിടെ തുടങ്ങി ജർമ്മനിയുടെ ഗോൾ വർഷം. പിന്നെ ഗോറസ്കയുടെ അസിസ്റ്റിൽ നിന്ന് ഗ്നാബ്രിയുടെ ഗോൾ പിറക്കുന്നു. ഫ്ലോറിൻ വേർട്സ് 36ാമത്തെ മിനിറ്റിൽ സനയ്ക്ക് കൊടുത്ത ഗോളിൽ നിന്ന് അദ്ദേഹം ഗോൾ പട്ടിക 3 പിന്നാലെ വീണ്ടും വേർട്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് സനയുടെ ഗോൾ പിറക്കുന്നു. അതോടുകൂടി 4-0 എന്ന ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ജർമ്മനി കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ ഗ്നാബ്രിയുടെ അസിസ്റ്റിൽ നിന്ന് ബാക്കുവിൻ്റെ ഗോൾ പിറക്കുന്നു 67ാമത്തെ മിനിറ്റിൽ. ഒടുവിൽ കളിയുടെ 79ാമത്തെ മിനിറ്റിലാണ് അസാന് ഒഡ്രാഗോയുടെ ഗോളിലൂടെ ജർമ്മനി ഗോൾ പട്ടിക പൂർത്തിയാക്കി 6-0 എന്ന രൂപത്തിലേക്ക് കടന്നത്. ആ ഒരു വമ്പൻ വിജയത്തോടു കൂടി അവർ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നെതർലൻഡ്സ് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ലിത്വാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. റെയിൻഡേഴ്സും ഗാക്പോയും സാവി സിമോൺസും മാലനുമാണ് അവർക്ക് വേണ്ടി ഗോളടിച്ചത്. അതോടുകൂടി ഗ്രൂപ്പ് ജിയിൽ 8 കളികളിൽ നിന്ന് 20 പോയിന്റോടെ നെതർലൻഡ്സ് വേൾഡ് കപ്പിന് യോഗ്യത നേടി. പോളണ്ട് 8 കളിയിൽ നിന്ന് 17 പോയിന്റ്. അവരിനി പ്ലേ ഓഫ് കളിച്ച് വേണം മുന്നോട്ട് വരാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.